ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ഗ്രീൻ ബീൻസ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. കുറച്ച് ഗ്രീൻ ബീൻസ് തലേദിവസം കുതിർത്തതെടുത്തിട്ടുണ്ട്. ഒരു സബോള, ഒരു ക്യാരറ്റ്, 3 ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ആദ്യം ഗ്രീൻ ബീൻസും ശേഷം പച്ചക്കറികളും ഇട്ട് നന്നായി വേവിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഒരു സബോളയാണ്. സബോള നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. സബോള നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഒരല്പം മല്ലിപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങയുടെ പാലാണ് വേണ്ടത്. പറഞ്ഞ ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഈ കറിക്ക്. ഒരു തേങ്ങയല്ല, കുറച്ച് തേങ്ങയുടെ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് കഷ്ണങ്ങളായി ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് വരുമ്പോൾ ഒരു നുള്ള് ഗരം മസാല ചേർക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയായാലും ചോറിൻ്റെ കൂടെയായാൽ പോലും നല്ല ടേസ്റ്റുള്ള നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒന്ന് കട്ടി വേണമെങ്കിൽ ഈ ഉരുളൻകിഴങ്ങും ആ ഗ്രീൻ ബീൻസും ഒന്ന് ഉടച്ച് ചേർക്കാനും മറക്കരുത്. ആ കയ്യിൽ വെച്ചിട്ട്